ഹലോ ഗായ്സ്, ഇതിനൊക്കെ ശുദ്ധ തെണ്ടിത്തരം എന്നല്ലാതെ പിന്നെ എന്താണ് പറയുക? നിങ്ങൾ ആദ്യം തന്നെ കേൾക്കുമ്പോൾ നെറ്റി ചുളിച്ചേക്കാം. പക്ഷേ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ പുതിയ പ്രൊമോയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തെണ്ടിത്തരം എന്നുള്ള അതുക്കും മേലെ എന്തെങ്കിലും വാക്കുകൾ പ്രയോഗിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇതിന് മുകളിലൊന്നും ഞാൻ പറയുന്നില്ല. വളരെ മോശമായിട്ടാണ് ഈ നിവിൻ എന്ന് പറയുന്ന ദുരന്തം ഈ കാണിക്കുന്നത്. അനിമോളോട് കാണിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അനിമോൾ ഇപ്പോഴും തന്നെ കിടക്കുന്നുണ്ട് അവിടെ ബെഡിൽ പോയിട്ട്. ഈ നാലാമത്തെ ടാസ്ക് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് കഴിഞ്ഞിട്ട് അനിമോളെ എറിഞ്ഞ് വീഴ്ത്തുമായിരുന്നല്ലോ. അവനിങ്ങനെ എറിഞ്ഞ് ഇഷ്ടംമാതിരി എറിഞ്ഞ്. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ പോയിട്ട് ഒറ്റയ്ക്ക് അവിടെ കിടക്കുകയാണ്. കാരണം പോയിൻറ്റ്സ് ഒക്കെ എഴുതി വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. ലൈവിൽ ഇപ്പം നമ്മൾ കണ്ടതാണ്. പോയിൻറ്റ്സ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അനിമോൾക്ക് കിട്ടിയ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇപ്പോൾ 19 പോയിൻ്റ് ആയിട്ടുള്ള 5ാം സ്ഥാനത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിന് അവിടെ കിടക്കുന്നുണ്ട്. കിടക്കുന്ന സമയത്ത് നിവിൻ വന്നിട്ട് ആര്യനോട് പറയുകയാണ്, കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോടാ, ക്യാപ്റ്റനാണ് പറയുന്നത്. അപ്പോൾ അവനൊരു കപ്പിൽ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നു. അത് കുടയരുത് എന്ന് അനിമോൾ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ബെഡിൽ കിടക്കുന്നതിന് നിനക്ക് എന്താ വേണം, നീ കുടയരുത്, നീ കുടഞ്ഞാൽ എന്ത് ചെയ്യൂടി എന്ന് ചോദിച്ചിട്ട് വെള്ളം മുഖത്തേക്ക് കുടയാണ്. അപ്പോൾ അനിമോൾ ചാടി എഴുന്നേറ്റു അത് പിടിച്ചു വാങ്ങാൻ നോക്കുന്നു. അപ്പോൾ അവൻ വീണ്ടും ആ തലവഴിയെ വെള്ളം ഒഴിക്കുന്നു. ആ ഒരു കപ്പിലായിരുന്നു. അതിനുശേഷം ഒട്ടും കളിച്ചില്ല. അനിമോൾ പുറകെ പോയി അവളുടെ വാട്ടർ ബോട്ടിലിരുന്ന വെള്ളം അവൻ്റെ തലയിലോട്ട് ഒഴിച്ചു കൊടുത്തു. അവനെ എത്ര എത്തത്തില്ലല്ലോ, ചെറുതായിട്ട് വീണിട്ടുള്ളൂ. അവൻ പോയിട്ട് കിച്ചണിൽ പോയിട്ട് ഒരു ചരുവത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന്, ചരുവം ഉണ്ടല്ലോ ബേസൻ, അതിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് എന്താ പറയുക ബെഡിലോട്ട് ഒഴിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ദുരന്തമാണ്. ഇത് ബിഗ് ബോസ് കാണുന്നില്ല എന്താ? ഇതൊരു ഫിസിക്കൽ അസാൾട്ടാണ് പല തരത്തിൽ. ഇന്നിപ്പോൾ ടാസ്ക് ചെയ്യുന്ന സമയത്ത് അനിമോളുടെ തൊട്ട് മുന്നിൽ ചെന്നിരുന്നിട്ട് അനിമോളുടെ മുഖത്തേക്ക് ഊതുന്നു. അത് അല്ലാതെ കിച്ചണിൻ്റെ അടുത്ത് വന്നിട്ട് അനിമോളുടെ മുഖത്തേക്ക് വന്നൊരു സ്ത്രീയുടെ ഒരു പേഴ്സണൽ ആ ഒരു സ്പേസിലേക്ക് ഒരു പുരുഷൻ കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് തന്നെ അസാൾട്ടിങ് ആണ്, അതല്ലേ? അബ്യൂസാണ്, ഫിസിക്കൽ അബ്യൂസാണ്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ അബ്യൂസുകൾ പല തവണയാണ് ഇപ്പോൾ ആവർത്തിച്ചത്. ഇത് ലാസ്റ്റ് ഇപ്പോൾ വീണ്ടും ഇതുപോലെ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ബിഗ് ബോസ് ഇനി കണ്ടില്ലെന്ന് അടിക്കുന്ന മഹാ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ശുദ്ധ തെണ്ടിത്തരാണ് അവൻ കാണിച്ച്. അവനെ പിടിച്ച് പുറത്താക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു പെണ്ണിൻ്റെ പേഴ്സണൽ സ്പേസിലാണ് അവൻ ഇന്ന് ഈ ഒരു രാവിലെ കിച്ചണിൻ്റെ അവിടെ വന്നപ്പോഴും അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഊതി വെക്കുന്നത്. നമ്മൾ 10 സെക്കൻഡ് പോലെ ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വകുപ്പുകളുണ്ട്, ക്രിമിനൽ ഒഫൻസ് ആണെന്നുള്ളത്. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് ഇതേ കണക്കുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. മുഖത്തേക്ക് ഊതുവാണ്. മാറിപ്പോടാന്ന് പറഞ്ഞിട്ട് പോലും അവൻ ആ കൊച്ചിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഊതി വിടുന്നുണ്ടായിരുന്നു. അതേപോലെ ടാസ്ക് നടക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് ഇത് പൊക്കി പിടിച്ചിരിക്കുന്നു. അപ്പോഴും ഇവൻ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു, ബിഗ് ബോസ് എന്ന് അവൾ ആ ടാസ്കിനിടയ്ക്ക് ഒന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ എന്താ ടാസ്ക് ചെയ്യുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് വിളിച്ച് പറയേണ്ടി വന്നു. അപ്പോഴേ അവനെ അടിച്ച് പുറത്താക്കണ്ടില്ല. അതും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് അവൻ അവളുടെ അടുത്ത് എന്നിട്ട് ബോൾ അവളെ മുതുകത്തും മുഖത്തും ദേഹത്തും എല്ലാം ഭയങ്കര ശക്തിയിൽ എറിയുന്നു. അത് തന്നെ വളരെ മോശമാണ്. അതും ഒരു തരത്തിൽ ഫിസിക്കൽ അസാൾട്ടല്ലേ. അതും ബിഗ് ബോസ് കണ്ടില്ലെന്ന് അടിക്കുകയാണ്. അവളെ അത് കൈ താത്തിട്ട് പോരുന്ന് കഴിഞ്ഞിട്ടാണ് അവൻ എവിടെ പോയി മാറിക്കിടക്കുന്നത്. ബാക്കിയുള്ളവരെ ഒന്നും അവൻ എറിയണ്ട. അക്ബർ ഉണ്ടായിരുന്നു, നോറ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പിന്നെ ആര്യനുണ്ടായിരുന്നു. ഇവരെ ഒന്നും അവൻ എറിയണ്ട. അപ്പോൾ അവൻ പർപ്പസ്ഫുള്ളി അനിമോളെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ച് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഫിസിക്കൽ അസാൾട്ടാണ്. അവനെ പിടിച്ച് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ച് തെണ്ടിത്തരം, ശുദ്ധ തെണ്ടിത്തരം എന്ന് പറയാൻ പറ്റൂ. എന്തായാലും പ്രൊമോയിൽ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ലൈവിൽ ഇതുവരെ വന്നിട്ടില്ല. ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അനിമോൾ ഇടയ്ക്ക് ബെഡിൽ പോയി കിടക്കുന്നുണ്ട്. ഇപ്പോൾ അനിമോൾ എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാവും. കാരണം ഈ ഒരു 4ാമത്തെ ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് പ്രൊമോയിൽ എന്തായാലും വന്നത്. അവൻ ഒരു ചരുവത്തിനകത്ത് മുഴുവൻ വെള്ളം എടുത്തുകൊണ്ടുവന്ന് അവൻ ആ ബെഡിലും ഒഴിക്കുകയാണ്. അവൻ്റെ അച്ഛന് ശ്രീധനം കിട്ടിയ സ്ഥലം പോലെയാണ് അവൻ ഒഴിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിന് ഇതിനൊന്നും പറയാൻ പറ്റില്ല. അനിമോളെ എല്ലാ ഈ വീക്കെൻഡിലും അനിമോളെ അനീഷേട്ടന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നോന്ന് നോക്കിയിരിക്കുകയാണല്ലോ ബിഗ് ബോസ് ലാലേട്ടന് കൊടുക്കാൻ വേണ്ടി. ലാലേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? ഇവനെയൊക്കെ ലാലേട്ടൻ എടുത്ത് തോളെ വെച്ച് തലയെ കയറ്റി ഇരുത്തി, അയ്യോ മോനെ ഒന്ന് എഴുന്നേര്, ആ മോൻ അവിടെ ഇരുന്നോ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്രയും അഹങ്കാരം. ഇതിന് നല്ല പ്രേക്ഷകർ സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിനെ ആയാലും ലാലേട്ടനെ ആയാലും തെറി വിളിച്ചു കൊല്ലും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് ദേഷ്യം വരാത്തത്? നമ്മൾ പുരുഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഓക്കെ, ശരി, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ ഒരു പെണ്ണിനോടാ ഇത്രയും പരാക്രമം. ഒരു വെള്ളം കിടക്കുന്ന ബെഡിനകത്ത് ഒരു ശരീരം വെള്ളം കോരി ഒഴിക്കുമെന്ന് പറഞ്ഞാൽ എന്നിട്ട് അവൾ വെള്ളത്തിൽ കാലിങ്ങനെ അമർത്തി നിൽക്കുന്നത് സൂം എടുത്തിട്ട് അവർ പ്രൊമോയിലിട്ടേക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ എന്തായാലും എല്ലാവരും തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞു. അവനെ ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിൽ തന്നെ പുറത്താക്കണം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ബിഗ് ബോസ് പുറത്താക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി ഒരിക്കലും ഒരു കാരണവശാലും അനിമോളുടെ നേരെ അവൻ്റെ ഒരു കൈ ഉയരരുത്. അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ എന്തായാലും അത്രമാത്രം തെണ്ടിത്തരമാണ് ഈ നിവിൻ എന്ന് പറയുന്ന വിവരം കെട്ടവൻ ചെയ്തത് എന്ന് മാത്രം ഞാൻ പറയുകയാണ്. എന്തായാലും പ്രൊമോ കണ്ടപ്പോൾ തന്നെ കുറച്ച് നേരമായി പ്രൊമോ വന്നിട്ട് ഞാൻ ലൈവ് വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൈവ് വന്നതിന് ശേഷം വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. പക്ഷേ ലൈവ് ഇതുവരെ വന്നില്ല.
വന്നില്ല. അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വഴിയിൽ ലൈവ് കണ്ടോളാം. കണ്ടിട്ട് ഞാൻ രാത്രി വന്ന് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് ബാക്കിയുള്ള എക്സ്പ്ലനേഷനൊക്കെ തരാം ഗൈസ്. അപ്പോൾ ഓക്കെ, എന്തായാലും നിവിനെ പുറത്താക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.